ഈ പാതിരാവിലെ ആയിട്ട് ഒരു ഡ്യൂട്ടിയും കിട്ടുന്നില്ലല്ലോ. ഇത്ര നേരമായി ഞാനിവിടെ നിൽക്കുന്നതായിട്ട്. ഒരു വണ്ടി പോലും മഞ്ഞില്ലല്ലോ. പറഞ്ഞു നിർത്തില്ല, അതേ ഒരു വണ്ടി വന്നു. ഈശ്വര, പോലീസ് ഈശ്വരയിലിരിക്കുന്ന പൈസ പോലെ ഇനി അവർ കണ്ട ഇനി എന്നാ നടക്കാൻ പോണേ. അങ്ങനെ ഇങ്ങനെ പൈസ ഒളിപ്പിക്കണം. ഇനി എന്തെങ്കിലും ആവട്ടെ. അവിടെ ചില പോലീസിനെ വിളിക്കാൻ വന്നോ അങ്ങ് ഇറങ്ങി ഓടാം. വേറെ എന്നാ ചെയ്യാനാ. എന്താടാ വണ്ടിക്കകത്ത് വല്ല കയറ്റുമതി വല്ലതും ഉണ്ടോടാ വണ്ടിക്കകത്ത്? കുറേ നാളായി കേസൊക്കെ വരാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. എന്തെങ്കിലും ഒരു തുമ്പും തുറവും കിട്ടാണ്ടിരിക്കില്ല. കൊത്തൊന്നും ഒരു കുഴപ്പമില്ല, അടിയിൽ കാണുമായിരിക്കും. അടിയിൽ പോയി നോക്കാം. വണ്ടിയുടെ അടി പൈസ ഒളിപ്പിച്ചിട്ടാണോ അവൻ? നീ എവിടെ? അവൻ ഓടി രക്ഷപ്പെട്ടെന്ന് തോന്നണേ. അവനിപ്പോൾ പണ്ടേ ഓടി പഞ്ചായത്തും ജില്ലയും ഒക്കെ വിട്ട് കാണും. എവിടെ പോയി അവൻ്റെ കണ്ടുപിടിക്കാനാ? അത് പോട്ടെ, ഈ വണ്ടി കൊണ്ട സ്റ്റേഷൻ ഇടാം. ഇനി ഈ കയറ്റുമതിയുടെ പുറകെ ഏതെങ്കിലും കയറ്റുമതി കയറി വരുമോ ആവോ? നീ ആറാ? കാര്യമൊക്കെ മനസ്സിലായി. പൈസ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകാൻ വന്നവനല്ലേ നീ. ഇന്ന് ഇവിടെ കൂടെ ജീവനോടെ പോവില്ലടാ. عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة عندي لك رقصة قوية يا الحبيب اسمها الصبوحة خطبها نصيب مد يدك كنا بتعطيها كف وهز شتفك حيل خليك شديد عطني رقصة الفريسة زيد عليها شوي عندي بيزة حق المحتار اللي نعرفه صيده سويلي وقفة دانا هيبة عيل سوي رقصة بياض يبلي واحد كرك يلا بياض طق سيارة بوليس يلا سوي رقصة ثانية رقصة البطريق ولا سبتة في مان يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي. ഞാൻ പറഞ്ഞ പോലെ പൈസയൊക്കെ എന്താ, എനിക്ക് നീ പറഞ്ഞ സാധനം തന്നെ. സാർ, ഞങ്ങളെ 100% നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ഈ സാധനം നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തിച്ചേരും. എനിക്കെൻ്റെ വീട്ടിലൊന്നും വേണ്ട, എൻ്റെ കമ്പനിയിലേക്ക് ഒന്ന് അയച്ചു തന്നാൽ മതി. സാറ് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ അയച്ചു തന്നേക്കാം. ഇത് വച്ച് നിങ്ങൾക്ക് മരിച്ച ബോഡികളെ ഇതേപോലെ ആർമിയാക്കി എടുക്കാം. തന്നെ ഈ ബിസിനസ് കൊള്ളാം. പിന്നെ ഈ സ്ഥലവും എനിക്ക് വേണം സാർ. ഇത് ഞങ്ങളുടെ സ്ഥലമാണ് സാർ, ഇത് സാറിന് വിട്ടു തരാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ എനിക്ക് സ്കെൽട്ടൺ ആർമിയും കൂടെ തരാൻ പറ്റുമോ സാർ? എന്തിനാണ് സാർ? സാറിൻ്റെ ഈ ഇത് വച്ച് കുറേ ഡെഡ് ബോഡികളെ ജീവനോടെ വരുത്താൻ പറ്റൂലേ? പറ്റും, പക്ഷേ ഒരു ചെറിയ ആവശ്യമുണ്ട് സാർ. സോറി സാർ, ഇത് നമുക്ക് തരാൻ പറ്റൂല. ഒരു മിനിറ്റ്, ഒരു കോള് തന്നെ ഉണ്ട്. ഓക്കെ സാർ. സബക്കിൻ്റെ ഫാദറല്ലേ? ഒന്ന് പെട്ടെന്ന് സ്കൂളിലേക്ക് എത്താം, കുറച്ച് അത്യാവശ്യമുള്ള കാര്യമാണ്. എന്തിനാ സാറേ വിളിച്ചേ? എന്തെങ്കിലും കുഴപ്പം വല്ലതും ഉണ്ടോന്നോ?
തന്നെ മകൻ എന്ന് ചക്കര തലയിടിച്ച പൊട്ടിച്ച. അവനങ്ങനെ ചെയ്യത്തൊന്നും ഇല്ലല്ലോ അല്ലേ? അത് ശരി. അപ്പം തനിക്ക് പോലും അറിയില്ല തന്നെ മോൻ ഇങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും. അവനങ്ങനെ ചെയ്യാറില്ല. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെ മോൻ്റെ TC കിട്ടി. എന്നാ കൊണ്ടുപോ. Officer in pursuit of suspect vehicle. Assistance has been requested. Any unit available for backup? Dispatch, things are heating up out here. I'm now in pursuit of 210 force. കഥയിൽ വീക്ഷണിക്കാത്ത വ്യക്തി ഇപ്പോൾ കയറി വന്നേക്കുക. ടഫ് ആൻഡ് ടഫ്. ാത്ത രണ്ട് വിപ്ലവങ്ങളാണല്ലേ അവര് രണ്ടുപേരും. അതെ, നീ പറഞ്ഞ ശരിയൊക്കെ തന്നെ. പക്ഷെ ഇവർ രണ്ടുപേരും മരിക്കാത്തമാര്. ഇവന്മാർ ഈ കൊന്നവന്മാരൊന്നും മരിച്ചിട്ടുമില്ല. ഇതൊക്കെ ആരോ കണ്ണി പൊടിയിടാൻ വേണ്ടി ചെയ്ത അണ്ണോന്ന് പറഞ്ഞ ഒരുത്തനെ കീഴടക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത. ഇവരെല്ലാവരും ഒറ്റൊരുക്കിയങ്ങ. ഈ മൈകിയ 43യോ ഉസോത്തും ഇവരൊക്കെ ഒറ്റൊരു ഗ്യാങ്ങിൽപ്പെട്ടവരാ. ഇതെല്ലാം അവരുടെ പ്ലാനിങ്ങാ. അവർക്ക് ആ കമ്പനിയെ അങ്ങ് കീഴടക്കണം. അണ്ണോൻ്റെ കമ്പനിയുടെ ഉൾപ്പെടെ എല്ലാം കീഴടക്കണം. അതിനു വേണ്ടിയാണ് ഐഗർ സ്കെൽട്ടൻ ആർമി പോലത്തെ വലിയ ആർമീനെ വരെ അവിടുന്ന് കൊണ്ടുവന്നത്. ഐഗറിൻ്റെ പ്ലാനിങ് ഭയങ്കര വലുതാണ്. പിന്നെ അവൻ ചെയ്യാൻ പോണ ഓരോ കാര്യങ്ങളും രാജ്യത്തിന് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്നതാണ്. ബ്രോക്കവൻ സിറ്റി പകുതി വരെ കത്തിച്ചെണ്ണോന്നെ അവന് കീഴടക്കുമെന്ന് നീ കേട്ട് മനസ്സിലാക്കുക. അണ്ണോ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഭയങ്കര ഡേഞ്ചറായവനാ. ഐഗറുടെ പ്ലാൻ വേറെ എന്തൊക്കെയായിരുന്നു. ഇപ്പോൾ അവന്മാരെ അണ്ണോൻ്റെ ടീമിനെ ഓരോന്നായിട്ട് കൊല്ലാൻ തുടങ്ങി. അണ്ണോനെ വിളിച്ച് അവരോട് എത്തി തകർത്ത് ഇവിടെ ആര് വരാനാടാ. ഞാനോ ആരെങ്കിലും പിന്നെ ഞാൻ കൂടെ ചതിക്കുമല്ലോ. അവസാനം ഐഗർ അവരെല്ലാവരെയും കണ്ടുപിടിച്ച് കൊല്ലാൻ തുടങ്ങി. ഇതിനൊക്കെ കൂടെ വാടാ. അണ്ണോൺ എന്താ സ്പീഡ് ഇവര്. വാടാ, എത്ര അടിച്ചാലിരിക്കുന്നാവൂല. അത് പറ്റില്ല റോറുണ്ട. എത്രയാണെങ്കിലും അടിച്ചിട്ട് എനിക്കൊന്നും പറ്റാൻ പോലില്ല.
നിന്റെ ചാവട കേട്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ. പവർഫുള്ളാ. പിന്നെ ഞാൻ എവിടെയോ കണ്ടോട്ട് ഇനി എന്നെ മനസ്സിലായില്ലേ? റോക്കാം സിറ്റിയിലെ മാരകമായ നാശത്തിന് കാരണം ഗ്യാങ് വാറാണ് കാരണം. മൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള പിടികിട്ട പുള്ളിയാണ് ഇതിനെല്ലാം പുറകിൽ. പോലീസ് നിരവധി കാര്യങ്ങളാണ് പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കുറച്ച് നേരത്തിന് ശേഷം ആർമി അതിന് പുറകിൽ ഇറങ്ങുന്നതാണ്. ഇപ്പോൾ നടക്കുന്ന കലാപത്തിന് കാരണമെല്ലാം മൈഗറാണ്. ഞങ്ങൾ ഇന്ത്യൻ ആർമിയാണ്. നമ്മളെ മുന്നിൽ നിങ്ങൾ സറണ്ടറായില്ലേ? ഞങ്ങൾക്ക് നിങ്ങളെ ഒരു ആക്ഷൻ എടുക്കേണ്ടി വരും. എന്താ ആക്ഷൻ എടുക്കാനാ? എല്ലാം നഷ്ടപ്പെട്ടവരാ. ശരിക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. നിങ്ങളെന്നെ കൊന്നോളൂ.